ഹായ് ഇറ്റ്സ് മീ അമൽ ബേക്കേഴ്സ് ഫ്രം മോട്ടോഗൾഫ്. എന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ലേക്ക് ലാൻഡ് മോട്ടോർ മ്യൂസിയത്തിലാട്ടോ. ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് കാറിന്റെ കളക്ഷൻസ് ഉണ്ട്. കൂടുതലും വിന്റേജ് കാറിന്റെ കളക്ഷൻസ് ആണ്. നമുക്കൊന്ന് കണ്ടിട്ട് വരാം. നമ്മളെ എൻട്രൻസ് ആട്ടോ, എൻട്രൻസിലോട്ട് കയറിയാണ്. ഇവിടെ ഒരുപാട് സംഭവങ്ങളുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള വണ്ടികളാണ് നമ്മളിവിടെയൊക്കെ കാണുന്ന. ഞാനൊക്കെ ഫോട്ടോസിലും വീഡിയോസിലും മാത്രം കണ്ടിട്ടുള്ളൂ. കുറേ ബൈക്സ് ഉണ്ട്. റോയൽ എൻഫീൽഡ് 1921 മോഡൽ റോയൽ എൻഫീൽഡ് ആട്ടോ. അതുപോലെ തന്നെ വേറെ ഒരുപാട് വണ്ടികളുണ്ട്. ഇത് ഫുള്ള് ഇങ്ങനത്തെ ടൈപ്പ് ഓഫ് വണ്ടികളാണ്. ഒരുപാട് പഴക്കം ചെന്ന വണ്ടികളാണ് ഫുള്ളുള്ളത്. ഇത് ഇവിടുത്തെ ഫയർ എഞ്ചിൻ ആട്ടോ. ഫയർ എഞ്ചിൻ നോക്കൂ, നല്ല ഫയർ ബ്രിഗേഡ് എന്നുള്ളൊരു ഇതാണ്. ഇത് ഫയർ എഞ്ചിൻ്റെ അതിൻ്റെ കുറച്ച് എക്യുപ്മെൻറ്റ്സ് ആണ് തോന്നുന്നുണ്ടല്ലേ. അതിന് വരുന്ന ടൈപ്പ് ഓഫ് സംഭവങ്ങളാണ്. വാനാണ്, ടി വാൻ. ആയിരത്തി 1913 സ്റ്റാർ 12 HP. പഴയ നമ്മൾ ഇപ്പോൾ ഞാനൊക്കെ ഇവിടെ UK വന്നിട്ട് നമ്മൾ ഫസ്റ്റ് ഈ മോഡിഫൈഡ് കാറ് ഷോക്കാണല്ലോ പോകുന്നത്. നമ്മൾ വിൻറ്റേജ് കാറിൻ്റെ ഷോക്ക് ഫസ്റ്റ് ആട്ടോ. വിൻറ്റേജ് കാറിൻ്റെ ഷോ ഒന്നും നമ്മൾ അങ്ങനെ അറ്റൻഡ് ചെയ്തിട്ടില്ല. നമ്മൾ കിട്ടിയതിൽ ഫസ്റ്റ് ഷോയാണ്. ഒരു രക്ഷയില്ല കാണാൻ. ഭയങ്കര അതിൻ്റെ ആ ഒരു കാലത്തുണ്ടായി അതേപോലെ തന്നെ പെർഫെക്റ്റ് ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നയൻറ്റീൻ 29 മോഡൽ ഫിയറ്റ് 509A 2 ഡോറാണ്. 4 സീറ്റർ സലൂൺ കേട്ടോ. 2000 cc, അതായത് 1990 cc 4 സിലിണ്ടർ എഞ്ചിനാണ് വരുന്നത്. 3 സ്പീഡ് ഗിയർ ബോക്സ് വരുന്നുണ്ട്. എന്ത് ഭംഗിയാണെന്നറിയോ ആ വിൻറ്റേജിൻ്റെ ഒരു തനിമ. അതുപോലെ തന്നെ മേക്ക് ചെയ്ത് അതുപോലെ പെർഫെക്റ്റ് ആക്കി വെച്ചേക്കുക. ഇതിനോക്കെ 1937 മോഡൽ ബെന്റ്ലി ആണ് കേട്ടോ. ഇവിടെ ടിക്കറ്റ് ചാർജ് വരുന്നത് 12 പൗണ്ട് കേട്ടോ. ഇത് ഒരു ഗൈഡ് ബുക്കാണ്. ഈ വണ്ടികൾ എങ്ങനെയാ എന്നുള്ളതിൻ്റെയൊക്കെ ഫുൾ കംപ്ലീറ്റിലുള്ള ഒരു ഗൈഡ് ബുക്കാണ്. 8 സെറ്റ് സംഭവങ്ങൾ ഇതിലുണ്ട് കേട്ടോ. നമുക്കിവിടെ വരികയാണെന്നുണ്ടെങ്കിൽ വണ്ടിയുടെ ഡീറ്റെയിൽസ്, വണ്ടീൻ്റെ എന്താണ് മൊത്തം ഇതിൻ്റെ ഹിസ്റ്ററി ഫുള്ള് ഇതിൽ ഉണ്ടാവും. എല്ലാം ഉണ്ട്. ഓരോ വണ്ടീനെ പറ്റിയിട്ടുള്ള എല്ലാ ഇതുണ്ട്. ഇതും ഇങ്ങനെ ഓരോ സെക്ഷനായിട്ട് മോട്ടോർ സൈക്കിൾസ്, കാർസ് അങ്ങനെ പറഞ്ഞിട്ട് ഫോർഡിന്റെ ഫുള്ളുള്ള വണ്ടികൾ, പിന്നെ അങ്ങനെ ഓരോ കമ്പനിയിലും ജാഗുർ എല്ലാം ഉണ്ടല്ലേ. ഓസ്റ്റിൻ മാർട്ടിൻ്റെ പിന്നെ ബെന്റിയുടെ നമുക്ക് ഇവിടെ ഉള്ള എല്ലാ വണ്ടികളുടെ അതിൻ്റെ ഫുള്ള് സ്പെസിഫിക്കേഷനും
ഫുള്ള് ഡീറ്റെയിൽസ് ഇതിൽ നമുക്ക് പറയാം. നമ്മളെ കാറിൽ നമ്മളെ വെറൈറ്റീസ് ഓഫ് കാറിൽ നമ്മളെ എൻജിൻ ബേ ചെയ്തിട്ടുണ്ടല്ലേ, ഇതിൻ്റെ എൻജിൻ ബേ കണ്ടോ? എൻജിൻ ബേ പെർഫെക്റ്റ് ആയിട്ട് നല്ല വൃത്തിയായിട്ട് ചെയ്തിട്ട് കണ്ടോ. എത്ര വർഷമായിട്ട് പോലും ഈ വണ്ടീൻ്റെ എൻജിൻ റൂമൊക്കെ അത്രയും ക്ലീൻ ആയിട്ടാണ് ഇപ്പോൾ സെറ്റ് ചെയ്തേക്കണേ. ക്രോമും കാര്യങ്ങളൊക്കെ പക്ക പെർഫെക്റ്റാണ്. ഭയങ്കര ഭംഗിയാണ് വണ്ടി കാണാൻ. നല്ലൊരു ബ്ലൂ ആട്ടോ വണ്ടി കാണാൻ. ഇത് കണ്ടോ, ഈ വണ്ടി കണ്ടോ? ഇതിന് ലെങ്ത്ത് കണ്ടോ? 1900 കൃഷ്ണൻ ഉണ്ട് അവിടെ. കൃഷ്ണന് ഋഷി ഉണ്ട്. ഇത് വാങ്ങിത്താ 1938 മോഡൽ കാഡിലാക് 75 ആട്ടോ. ഫ്ലാറ്റ് വുഡ് ആണ് വണ്ടിയുടെ പേര്. V8 എഞ്ചിനാട്ടോ ഈ വണ്ടിക്ക്. V8 എഞ്ചിനാണ് വരുന്നത്. നമ്മളെ കാറിലൊക്കെ നമ്മളിപ്പോൾ ഈ ഒരു കാലത്താണ് V8നെ പറ്റിയിട്ട് ആൾക്കാർ മെൻഷൻ ചെയ്യുന്നത്. അന്തകാലം, അതായത് 1938 5.7 ലിറ്റർ V8 എഞ്ചിൻ ഉള്ള വണ്ടികൾ ഉണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല. അത്രയും പെർഫെക്ഷനാണ്. ഇത് ഡെലിവറി വെഹിക്കിളാണ്. അന്ന് ഡെലിവറിക്ക് പോകുന്ന ടൈപ്പ് ഓഫ് വെഹിക്കിൾസ് ആണ്. ഒന്നും പറയാനില്ല. ലൈക്ക് ഈ എന്താ പറയാ, ഇങ്ങനത്തെ കുറെ സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ വേണ്ടിയിട്ടുള്ള ഡെലിവറി. നമ്മളപ്പോ വീട്ടിലൊക്കെ ഡെലിവറിക്കൊക്കെ വരാറില്ലേ മറ്റേ ഈ ഇതൊക്കെ നമ്മളുടെ ഫുഡ്, അതിനൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് വെഹിക്കിളാണ്. 1937 മോഡൽ SS ജാഗ്വർ 100 ഓർ 60 years ഓഫ് ഓണർഷിപ്പ് പീരീഡ്. റാലി ഹിസ്റ്ററി, റാലിക്കൊക്കെ യൂസ് ചെയ്യുന്ന പിന്നെ ജാഗ്വർ ആണ്. റാലി കാസ് ആണ് കേട്ടോ രണ്ടും. റാലി സ്പെക്ക് വണ്ടികളാണ് രണ്ടും. നമ്മൾ F1 യൂസ് ചെയ്യുന്നില്ല അത് ആ സ്പെക്ക്. പെട്രോൾ പമ്പ്, പണ്ടത്തെ കാലത്തെ പെട്രോൾ പമ്പ് കേട്ടോ. പെട്രോൾ പമ്പ് 1920s പെട്രോൾ പമ്പാണ്. ഷെല്ലിന്റെ പെട്രോൾ പമ്പ്. എന്താ അന്ത കാലം ഉണ്ടായിരുന്നെ. ഇതിന്റെ ഉൾഭാഗം കണ്ട എന്ത് വൃത്തിയാന്നറിയോ. ഒന്നും പറയാനില്ല. ഭംഗിന്ന് വെച്ചാൽ 1952 മോഡൽ സിട്രോൺ 11 BL എന്ന് പറഞ്ഞ മോഡലാട്ടോ. ഇതിവിടെ സംഭവങ്ങൾ ഡിസ്പ്ലേ ചെയ്യുന്ന കേട്ടോ. എന്തൊക്കെയാ അതിൻ്റെ പണ്ടത്തെ കാലത്തെ വണ്ടി എങ്ങനെയാണ് എന്താണ് എന്നുള്ളതൊക്കെ ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. ് 1955 മോഡൽ ജാഗ്വർ XK 140 കേട്ടോ. ഒരു കൂപ്പയാണ്, കൂപ്പേ ഡിസൈനാണ്. റിംസൊക്കെ കണ്ടോ, റിമ്മൊക്കെ ഭയങ്കര ഭംഗിയാണ്. ് 1954 മോഡൽ MG TF 1250 കേട്ടോ വണ്ടി. MGൻ്റെ ഒക്കെ ഒരു ഭംഗി, ഫ്രണ്ടേജൊക്കെ നോക്കി എന്ത് ഭംഗിയാണെന്ന് അറിയാം. ് 1957 മോഡൽ ഓസ്റ്റിൻ A35 കേട്ടോ. എന്ത് ഭംഗി, ഒരു ക്രീം കളറാണ് വണ്ടി കാണാൻ. ഒരു ക്രീം ഷെയ്ഡാണ്. ക്ലീൻ പക്ക ക്ലീൻ ആയിട്ടുള്ള ഒരു സ്പെക്ക്. അതെന്തെങ്കിലുമൊക്കെ എക്യുപ്മെന്റ്സ്. ലൈറ്റാണത്, ലൈറ്റാണ്, ബ്രേക്ക് ലൈറ്റ്സ് ആണ്. സൈഡിലല്ലേ. വുഡല്ലേ, ഇന്റീരിയർ ഒക്കെ ഫുൾ വുഡ്. പക്ക പ്യുവർ ലെതറും ആണ് വുഡും ആണ്.
കളക്ഷനിൽ വന്നിട്ടുണ്ട്. ഇവിടെ കാറുകൾ മാത്രമല്ല പഴയ ടൈപ്പ് ഓഫ് ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് അതിൽ താല്പര്യമില്ലാത്തതുകൊണ്ട്. അതൊക്കെ കൺസേർവ് ചെയ്ത് കൊണ്ടു നടക്കണം. അതെ അതെ. ഡയറക്ഷന് വേണ്ടിയിട്ടുള്ള ഇത് ക്രോണോഗ്രാം. ഇവിടെ ഡ്രസ്സുകളൊക്കെ ഉണ്ട് പഴയ കാലത്ത്, അന്നത്തെ കാലം യൂസ് ചെയ്തിട്ടുള്ള, അത്ര കാലം യൂസ് ചെയ്തിട്ടുള്ള പഴയ കാലത്തൊക്കെ യൂസ് ചെയ്തിട്ടുള്ള ഡ്രസ്സുകൾ, അതിന്റെ കളക്ഷൻസും ഇവിടെ ഉണ്ട്. പക്ഷെ നമ്മളെ മെയിൻ സംഭവം നമ്മളെ കാറുകളാണ്. കാറുകളായതുകൊണ്ട് നമ്മൾ കാറുകളാണ് കൂടുതലായിട്ടും. മിനിച്ചേഴ്സ് കേട്ടോ, ഇവിടെ പണ്ടത്തെ മിനിച്ചേഴ്സ് കാറ്. എന്താ 1930 ഡഗനം കാർ. (1956) മോഡൽ BSA M21 ആണ്. 600 cc കേട്ടോ വണ്ടി വരും. 600 cc വരുന്ന ബൈക്കാണ്. ഡുക്കാറ്റിന് റേസ് ബൈക്ക് അല്ലേ? 175 cc ഡുക്കാറ്റി. 1957 ഡുക്കാറ്റി. ഓ, മെക്കാനിക്ക. ഒരു കളർ ഷെയ്ഡ് ഉണ്ടോ? റെഡും ബ്രൗണും ഒരു പ്രത്യേക ഭംഗി. മെറൂൺ എന്ന് പറയാൻ റെഡ്. സ്കൂട്ടാക്കാർ കേട്ടോ. MK1 എന്ന് പറഞ്ഞ 1959 അല്ലേ? 57. ഇത് ഒരു പ്രത്യേകത ഉണ്ട്, ഇതിന് 3 വീലുള്ളൂ. WC3 വീൽഡ് മൈക്രോ കാറാണിത്. ലോഞ്ച് ഇൻ 1957. അതുപോലെ തന്നെ സൈഡിൽ വേറെ ഒന്നും കേട്ടോ. അതൊക്കെ ഇതിന്റെ ഭംഗിയൊക്കെ. ഇത് മറ്റേ നമ്മളെ കാർസിന്റെ ഇതില്ലേ, മിനി കൂപ്പർ 1990 മോഡൽ ലിമിറ്റഡ് എഡിഷൻ മിനി കൂപ്പർ ആട്ടോ. മിനി കൂപ്പർ ഇതും 3 വീലല്ലേ? 3 സീറ്റ്സ് ആണ് ഇത് വരുന്നത്. ബാക്കിൽ 2 സീറ്റും ഫ്രണ്ടിൽ 1 സീറ്റും. ബബിൾ കാർസ്, ഇത് അറിയപ്പെടുന്നത് ബബിൾ കാർസ് എന്നുള്ള മോഡലാണ് കേട്ടോ. ഇതിനെ പറയുന്നത് ബബിൾ കാർസ്. 1960 മോഡല് MGA റോഡ്സ്റ്റർ ആണ്. സ്പെഷ്യലൈസ്ഡ് ഇൻ പോലീസാണ്. പോലീസിന് വേണ്ടി സ്പെഷ്യലൈസ് ചെയ്തിട്ടുള്ള വണ്ടി കേട്ടോ. സ്പെസിഫിക്കേഷൻസ് ഫുള്ള് പോലീസിന്റെയാണ്. പോലീസ് വെഹിക്കിൾസ് ആയിട്ടുണ്ടോ? ഇതിലുണ്ടോ പോലീസിന്റെ ക്യാപ്പ് കാര്യങ്ങളൊക്കെ ഡിസ്പ്ലേ ചെയ്തേക്കണേ. വണ്ടികളുടെ ഫുൾ എൻജിൻ സൈഡ് കേട്ടോ. ബൈക്സിനൊക്കെ ഫുൾ എൻജിൻ സൈഡാണ്. കാസിന്റെ ഒക്കെ എൻജിൻ കാര്യങ്ങളൊക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഭയങ്കര രസമുണ്ട് കാണാൻ. പക്ക എന്താ പറയാ, വിന്റേജ് ടൈപ്പ് സംഭവങ്ങൾ ഫുള്ള് സെറ്റ് ചെയ്തിട്ട്. അതുപോലെ തന്നെ അതാ ട്രയംഫിന്റെ ഒരു കാറാട്ടോ. 1962 മോഡൽ ട്രാംഫ്. ഒരു കാറ് അന്ന് ഒരു കാലത്ത് ഇത് വിറ്റത് എന്ന് പറയുന്നത് $2,800 പിന്നെ $3,300 ഇടയില്. അതിന് ആ ഒരു എമൗണ്ടിലാണ് ഇത് അന്ന് വിറ്റത്. കാണാൻ ബോട്ടിന്റെ ഷേപ്പ് ഉണ്ട് കേട്ടോ. കാണാൻ ഏകദേശം ബോട്ട് പോലെ ഉണ്ട് കാണാൻ സൈഡൊക്കെ. മിനി കൂപ്പറിൽ കണ്ടോ ചെറിയൊരു മിനിയേച്ചർ സെറ്റ് ചെയ്തേക്കണ.
നല്ല ഭംഗിയുണ്ട്. ഇതൊക്കെ സിട്രോൺ കാർസ് ആട്ടോ. അതൊക്കെ രണ്ട് സിട്രോൺ ആണ് കേട്ടോ. എന്താ വണ്ടിന്റെ ലോവർ ഉണ്ടോ, ഷേപ്പ് ഉണ്ടോ വണ്ടിയുടെ. ഫുള്ള് BSIയുടെ ബൈക്കല്ലേ, BSI, റോയൽ എൻഫീൽഡ് ഇങ്ങനത്തെ ബൈക്കുകളാണ് കൂടുതലും ഉള്ളത്. പഴയ കാലത്ത് പമ്പാട്ടോ, പമ്പിന്റെ ഫ്യൂവൽ ലിഡ്, ഫ്യൂവലൊക്കെ ഒഴിക്കുന്ന സാധനങ്ങൾ, അതിന്റെ മീറ്റർ കാര്യങ്ങൾ, അതിന്റെ ഗേജ് കാര്യങ്ങളൊക്കെ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ അടുത്ത ഇതിലോട്ട് പോകണേ. നമ്മൾ അടുത്ത ട്രയംഫ് ആണ്, 1968 മോഡല്. 1976 മോഡൽ യമഹ FS1E എന്ന മോഡൽ കേട്ടോ. ഇത് കണ്ടോ, ഹോണ്ടയുടെ ബൈക്കാണ്, ഹോണ്ട CB400 F2 1976 മോഡൽ. ഫോർഡിന്റെ കാറാണ്, അത് മെക്സിക്കോന്ന് ഇമ്പോർട്ട് ചെയ്താട്ടോ വണ്ടി. ഫോർഡിന്റെ RS. ഇത് റാലി കാറാണ്, ലൈക്ക് റാലിക്ക് യൂസ് ചെയ്യുന്ന 1972 മോഡൽ 4M2 എസ്കോർട്ട് മെക്സിക്കോ 1600 GT ആണ് മോഡലിന്റെ പേര് ട്ടോ. പെട്രോൾ എഞ്ചിൻ 1.1, 1.3, 1.6 ലിറ്റർ. ഇതിൽ എഞ്ചിൻ സൈസ് ഡീസൽ പെട്രോൾ മാറുന്നതനുസരിച്ച് വേരിയൻസ് വരും. അതിന്റെ വേറെ കുറെ മോഡൽസ് ഉണ്ട് കേട്ടോ വണ്ടിയിൽ. ബ്രിട്ടീഷ് ലായലൻഡ്, നമ്മളെ നാട്ടിലെ കാറ്, നമ്മളെ ലോറിയൊക്കെ ഉണ്ടല്ലോ, നമ്മളെ അശോക് ലായലൻഡ്. അപ്പൊ ലായലൻഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ബ്രിട്ടീഷ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. അത് നമ്മളെ നാട്ടിലോട്ട് കൊളാബ് ചെയ്തപ്പോൾ അത് അശോക് ലായലൻഡ് ആയി. 1978 മുതൽ ബ്രിട്ടീഷ് ലാൻഡ് മിനി ക്ലബ് കാർ ആട്ടോ. 4 സ്പീഡ് മാനുവലാണ് വണ്ടി, 1000cc ആണ് കേട്ടോ. ഒരു ചെറിയ കുഞ്ഞി കാർ. 1979 മോഡൽ ഫോർഡ് ഫിയസ്റ്റ GL മോഡലാണ് വണ്ടി. എൻ്റെ അമ്മ എന്ത് ഭംഗിയാണെന്നോ കളർ കാണാൻ. ഒരു ബ്ലൂ ഷെയ്ഡ് കളറാണ്, ഭയങ്കര ഭംഗി കാണാൻ വണ്ടി. ഹോണ്ടയുടെ ഒരു ബൈക്ക് ഉണ്ടോ, 1000cc ബൈക്ക്, 1978 മോഡലാട്ടോ വണ്ടി. അന്ന് 1000cc എഞ്ചിന്. എൻ്റെ എഞ്ചിൻ സൈഡാണ്. ആ 1983 മോഡല് ഫോർഡ് കോണ്ടിന MK മോഡലാട്ടോ. ഇതിന്റെ പ്രത്യേകിച്ച് കാർ വേർഡ്സ് സമയത്തുള്ള സർവീസ് ബുക്കും അതിന്റെ ലോഗ് ബുക്കും കാര്യങ്ങളൊക്കെ വണ്ടിയിൽ കേട്ടോ. രണ്ട് ഫ്ലോറിലാട്ടോ ഫുള്ളായിട്ട്. നമ്മൾ മുകളിലോട്ട് കയറിക്കൊണ്ടിരിക്കാം. മുകളിലാണ് അടുത്ത സെക്ഷൻ ഓഫ് വണ്ടികൾ കീപ്പ് ചെയ്തേക്കണം കേട്ടോ. അവിടെ റാലി സ്പെക്ക് കാറുകളൊക്കെ മുകളിലാണെന്ന് പറഞ്ഞത്. റാലി സ്പെക്ക് കാറുകളുടെ സ്റ്റിയറിങ് എല്ലാ സംഭവങ്ങളും ഉണ്ട് ഇവിടെ. ഡിസൈൻസ് കാസിന്റെ മിനിയേച്ചേഴ്സ് ഒക്കെ ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. പണ്ട് കാലത്ത് യൂസ് ചെയ്തിട്ടുള്ള സൈക്കിൾസ് ആട്ടോ. സേഫ്റ്റി ബൈസിക്കിൾസ് എന്നാണ് ഇത് പറയുന്നത്. സേഫ്റ്റി ബൈസിക്കിൾസ് എന്നാണ് ഇത് അറിയുന്നത്.
ഒരുപാട് ബൈക്സ് ഉണ്ട് കേട്ടോ. ട്രയംഫും BSAയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് നമ്മളൊന്നും കേൾക്കാത്ത പേരുള്ള കുറെ AGW എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് കമ്പനിയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ കേട്ടിട്ട് പോലില്ല. ബൈക്സ് എന്നൊക്കെ പറഞ്ഞാല് സ്പെക്ക് സാധനങ്ങള്. ഓ, മോട്ടോർ സ്പോർട്സിനൊക്കെ യൂസ് ചെയ്തുള്ള ബൈക്സ് കേട്ടോ, സൂപ്പർ ബൈക്സ്. വേൾഡ് വാർ 2 യൂസ് ചെയ്ത ആർമി ജീപ്പ് കേട്ടോ. അതായത് രണ്ടാം ലോക മഹായുദ്ധ സമയത്ത് യൂസ് ചെയ്തോർന്ന ആർമി ജീപ്പ്. നിങ്ങളെല്ലാവരും ബാക്ക് ടു ദ ഫ്യൂച്ചർ എന്ന് പറഞ്ഞ മൂവി ഉണ്ടോ? ആ മൂവിയിലെ കാർ കേട്ടോ അത്. ആ കാറാണ് ഈ സംഭവം. GMC എന്ന് പറഞ്ഞ ബ്രാൻഡാണ്. 1980 മോഡലാണ് കേട്ടോ. 81 മോഡല് GMC. G അല്ല, DMC. ഡിലോറിൻ DMC 12 എന്നാട്ടോ കാറിന്റെ പേര്. നമ്മളെ ബാക്ക് ടു ദ ഫ്യൂച്ചർ കണ്ട ആൾക്കാർക്ക് ഈ വണ്ടി പെട്ടെന്ന് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഡ്രീം കാറാണ്. അന്നൊക്കെ ഈ വണ്ടി കാണുന്ന സമയത്തൊക്കെ നമ്മൾ എന്താ പറയുക, ഒരു അത്ഭുതത്തോടെ കണ്ട ഒരു വണ്ടിയാണ്. ഒന്നും പറഞ്ഞില്ല. ഫ്ലൈ ഡോസ് കാര്യങ്ങളുണ്ടാണ്. ഫ്ലൈ ഡോസ് ഉണ്ടാ, ഒരു ഡോറ് അപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്താ അല്ലേ, ഫോർഡിന്റെ സിറ RS ആണ് കേട്ടോ. 1986 മോഡലാണ് വണ്ടി. ഓ, സ്റ്റാൻസ് എന്നൊക്കെ പറഞ്ഞാൽ കൊടുക്കാത്ത സ്റ്റാൻസ്. കോർവെറ്റ് ZR1 പറഞ്ഞ മോഡൽ കേട്ടോ. മോട്ടോക്രോസ് ബൈക്ക്. ഡ്യുക്കാറ്റിന്റെ 9000 S2 എന്നാണ് മോഡലാ. ഓ, എന്ത് ഭംഗിയാ കാണാൻ. ഫുൾ ഡ്യുക്കാറ്റി, ഹോണ്ട, ആസ്റ്റിൻ എന്ന വണ്ടികളൊക്കെ കേട്ടോ അവിടെ. സൂപ്പർ ബൈക്സ് ആണ്, ഫുള്ള് സൂപ്പർ ബൈക്സ് കളക്ഷൻസ് ആണ്. നമ്മൾ ഏകദേശം ഓൾമോസ്റ്റ് എല്ലാ തരം വണ്ടികളും ഇവിടെ കണ്ടു കഴിഞ്ഞിട്ടോ. കൃഷ്ണ, എന്തൊക്കെ ഉണ്ടോ ഇവിടെ വണ്ടികളെ? പറയാനൊന്നുമില്ല, എത്ര പറഞ്ഞാലും തീരത്തില്ല. നിങ്ങൾ നേരിട്ട് വന്ന് എക്സ്പീരിയൻസ് ചെയ്യേണ്ട അടിപൊളി സംഭവം. പിന്നെ എനിക്ക് വയ്യ, പനി വണ്ടി പ്രാന്തന്മാരാണെങ്കിൽ തിരിച്ചു പോകത്തില്ല. എനിക്ക് പോവാൻ തോന്നില്ല. ഞാൻ കുറച്ച് നിന്നിട്ട് ഇപ്പൊ 3 മണിക്കൂറിന്റെ അടുത്തായി. കാറ് പ്രാന്തന്മാർക്കും ബൈക്ക് പ്രാന്തന്മാർക്കും സൈക്കിൾ പ്രാന്തന്മാർക്കും എല്ലാം ഉണ്ട് ഗൈസ്. അതെ, മോട്ടോർ മ്യൂസിയം. എന്തായാലും നിങ്ങൾ ഇവിടെ വരുവാണെങ്കിൽ മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യണം, ഇല്ലേ? അതാണ്, വണ്ടി പ്രാന്താണെങ്കിൽ വിസിറ്റ് ചെയ്തേ പറ്റൂ. അതെ അതെ, ഞങ്ങൾ വന്നിട്ട് നമ്മള് എത്ര മണിക്കൂർ ഇറങ്ങി പോകാന്ന് പറഞ്ഞതാ. ഞങ്ങൾ ഒരു അരമണിക്കൂർ ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് പോവാന്ന് വെച്ചത്. ഇപ്പൊ 3 hour ഫിനിഷ് ആയി. അതെ, 3 hour ആയി. കൃഷ്ണ വലിച്ചിട്ട് പോലെ ഓടിച്ചാടി ഇറങ്ങി. അതെനിക്ക് വയ്യ, പനിയാണ്. എന്നാലും ഞാൻ വണ്ടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എത്ര പെട്ടെന്ന് ചാടി മറിഞ്ഞു വീരുവാൻ. അതുകൊണ്ട് അതെ, ഒരു 1.5 സംഭവം തന്നെ. എന്നാലും ഗൈസ്, ഞങ്ങളൊരു പോർഷെ വാങ്ങി ഗൈസ്. പോർഷെ 911 കേട്ടോ. തൽക്കാലത്തിന് ഇതിനുള്ള ഗതിയുള്ളൂ. സൂപ്പർ അല്ലേ? സെറ്റാ. ഇനിയിപ്പോ അടുത്ത ഭാവിയിൽ നമുക്ക് എടുക്കണം. പോർഷെ വാങ്ങി പോണ പോക്കണ്ട. തൃശ്ശൂർ എയർപ്ലെയിൻ വാങ്ങിട്ടോ. നല്ല സ്പീഡിന് വിടും. ഇവിടെ ഒരുപാട് ടൈപ്പ് ഓഫ് കാറിന്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. കണ്ടു കഴിഞ്ഞാൽ നമുക്കത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആക്കാൻ കഴിയില്ല. നമ്മളത് ഫോട്ടോസ് എടുത്താലും വീഡിയോസ് എടുത്താലും ഒന്നല്ല എൻ്റെ കാണാനുള്ള രസം. ഇത് നേരിട്ട് തന്നെ വന്ന് കാണണം. കാരണം നമ്മളെ നാട്ടിൽ ഇത്ര ടൈപ്പ് ഓഫ് കാറുകളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. അപ്പോൾ നമ്മളൊക്കെ പല പല രാജ്യങ്ങളിൽ പോകുമ്പോഴാണ് ഇങ്ങനത്തെ വണ്ടികളൊക്കെ നമ്മൾ കാണുന്നത് തന്നെ. അതിൻ്റെയൊക്കെ ഒരു രസം എന്ന് പറഞ്ഞാൽ വേറെ തന്നെയാണ്. ആ ബിൽഡ് ക്വാളിറ്റി, അത്രയും ഭംഗി, വണ്ടികളെ കാണാനുള്ള രസം. പിന്നെ അത്ര കാലമായിട്ട് ഈ വണ്ടികൾ ഇവിടെ ഇങ്ങനെ മേക്ക് ചെയ്ത് ഇതേപോലെ തന്നെ എന്താ പറയുക സൂക്ഷിച്ച് വെക്കുന്നുണ്ട്. അത്ര ക്വാളിറ്റിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ തന്നെ ഒരു ഭയങ്കര രസമുള്ള കാര്യമുണ്ട്. അപ്പോൾ ഒരു വണ്ടിപ്രാന്തിന് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊക്കെ കാണാമെന്ന് പറഞ്ഞാൽ തന്നെ നമുക്കതൊരു പ്രത്യേക ടൈപ്പ് ഓഫ് ഫീലിംഗ്. ഞാനിപ്പോൾ ഇന്ന് ട്രിപ്പ് വന്നതാണ്. എൻ്റെ മനസ്സ് ശരിക്കും നിറഞ്ഞത് ഈ വണ്ടികൾ കണ്ടപ്പോഴാണ്. ഇപ്പം 2 ദിവസമായിട്ട് ഇപ്പം നമ്മൾ ട്രിപ്പ് വന്നിട്ടുണ്ട്. പക്ഷെ ട്രിപ്പ് വന്നിട്ട് നമുക്ക് ഈ വണ്ടികൾ കാണാൻ ഉള്ള ഒരു അവസരം ഇന്നാണ് കിട്ടിയത്. നമ്മൾ റിട്ടേൺ ചെയ്യാണ്, നമ്മൾ ലണ്ടനിലോട്ട് റിട്ടേൺ പോവാണ്.
റിട്ടേൺ പോകുന്ന സമയത്താണ് നമ്മൾ കണ്ടത്. പക്ഷെ ഇത് കണ്ടിട്ടില്ലെങ്കിൽ ലൈഫിൽ ഭയങ്കര മിസ്സിംഗ് ആട്ടോ. നമ്മൾ ഏകദേശം നമ്മളെ ലണ്ടനിൽ നിന്ന് ഇവിടോട്ട് ഏകദേശം ഒരു 400-450 മൈലുണ്ട് വരാന്. ഈ 450 മൈല് വന്നിട്ട് ഈ ഒരു സംഭവം കണ്ടതിൽ എനിക്കൊരു എന്താ പറയാ ഭയങ്കര ഹാപ്പി ആയി പോയി ഞാൻ ഇവിടെ വന്നിട്ട്. സത്യം പറഞ്ഞാൽ ഭയങ്കര എന്താ പറയാ ഈ കാറിന്റെ ഒരു അഡിക്റ്റ് ആണ് ഞാൻ. എല്ലാ തരത്തിലും നമ്മൾ കാറ് കാണുക, കാറിന്റെ സംഭവങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ നമ്മൾ എന്റെ ഫേവറേറ്റ് ഒരു സംഭവം ഉണ്ട് ഇവിടെ. അത് ആസ്ton മാർട്ടിന്റെ നമ്മളുടെ ബാക്ക് ടു ദ ഫ്യൂച്ചറിലെ കാറാണ്. ബാക്ക് ടു ദ ഫ്യൂച്ചറിലെ കാർ നമ്മളൊക്കെ ചെറുപ്പകാലത്ത് ആ കാറ് ലൈക്ക് വീഡിയോയിൽ കാണുന്ന മൂവി കാണുന്ന സമയത്ത് ആ കാറിനൊക്കെ ഭയങ്കര ക്രേസ്. അത് നേരിട്ട് കാണാൻ പറ്റുന്ന എന്റെ ജീവിതത്തിൽ ഞാൻ വിചാരിച്ചില്ല. അത്രയും ഹൈയിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതിന്റെ ടോട്ടൽ ആയിട്ടുള്ള സംഭവങ്ങൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാവർക്കും ലൈക്ക് ആവും. ഏതൊരു വണ്ടിപ്രാന്തം ഇഷ്ടപ്പെടുന്ന ഇതാണ്. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഇറ്റ്സ് മീ സൈനിങ് ഓഫ് അമൽ മെഗസ്.